ഇനി നമ്മൾ പഠിക്കാൻ പോണത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ടൈം ലൈനിൽ നാവിഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പല രീതികളുണ്ട്, നമ്മൾ ഓരോന്നും ഒന്ന് ക്വിക്കായിട്ട് നോക്കാം. ഒരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ മൗസ് പോയിൻ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, മൗസ് പോയിൻ്റർ ജസ്റ്റ് ടൈം ലൈനിൽ കൂടെ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് പൊസിഷന് വേണമെങ്കിലും ഹോൾഡ് ചെയ്ത് വേണമെങ്കിൽ കണ്ട് നിർത്താൻ പറ്റും. രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഈ പ്ലേ ഹെഡാണ്. ഈ പ്ലേ ഹെഡും ഇതുപോലെ നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് മൂവ് ചെയ്യാനും പറ്റും, നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മാജിക്കൽ കീ ഉണ്ട്, JKL. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ജെയും കെയും എല്ലും. അത് ഈ നാവിഗേറ്റ് ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ല് പ്രസ് ചെയ്താൽ നിങ്ങൾക്കറിയാം മുമ്പോട്ട് സ്പീഡിൽ ഓടിക്കാനും സ്പീഡ് കൺട്രോൾ ചെയ്യാനും പറ്റും. സ്പീഡ് എങ്ങനെ കൺട്രോൾ ചെയ്യും? എല്ലിൽ എത്ര പ്രാവശ്യം ടാപ്പ് ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും. ഇനി പുറകോട്ടാണ് മാറ്റേണ്ടതെങ്കിലോ ജെ ആണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ജെ പ്രസ് ചെയ്യുന്നതോളം നമ്മൾ റിവേഴ്സ് സ്പീഡിൽ ഓടിക്കാനും നാവിഗേറ്റ് ചെയ്യാനും പറ്റും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കീബോർഡിലെ ലെഫ്റ്റും റൈറ്റും ആരോ കീസ് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ ഇവിടെ ടൈം ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ആരോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാൻ പോവാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് മുമ്പോട്ട് പോകാൻ റൈറ്റ് ആരോയും ഫ്രെയിം ബൈ ഫ്രെയിം ജസ്റ്റ് പുറകോട്ട് പോകാൻ ലെഫ്റ്റ് ആരോയും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഫ്രെയിം അല്ല, സബ് ഫ്രെയിം ആയിട്ട് പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് സ്കിം ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ ലെഫ്റ്റിലും റൈറ്റിലും നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സബ് ഫ്രെയിമിൻ്റെ മൂവ്മെൻറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൂം ലെവലിൽ പറ്റത്തില്ല. ഞാൻ അതുകൊണ്ട് സൂം ലെവലൊന്ന് മാക്സിമത്തിലേക്ക് കൊണ്ടുപോവാണ്. സൂം ലെവൽ മാക്സിമത്തിലെത്തിയിട്ട് നമുക്കിത് ഇപ്പോൾ ഈ ഓപ്ഷൻ പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റും റൈറ്റും ഞാൻ മാറ്റുമ്പോൾ നിങ്ങൾ കണ്ടോ വളരെ മൈന്യൂട്ടായിട്ട് മൈനർ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്, ആ പ്ലേ ഹെഡ് മാറുന്നുണ്ട്. അപ്പോൾ 1/18 അതാണ് ഫ്രെയിമിനെ സബ് ഫ്രെയിം ആക്കിയാൽ സംഭവിക്കുന്നത്. അപ്പോൾ അത്ര ചെറിയ മാറ്റങ്ങൾ പോലും നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ കീ ഹോൾഡ് ചെയ്തുകൊണ്ട് ലെഫ്റ്റും റൈറ്റ് ആരോയും. ഇത് ചിലപ്പം ചില സോങ്ങിൻ്റെ ഒക്കെ ഇനീഷ്യൽ പൊസിഷനും എൻഡ് പൊസിഷനും ഒക്കെ വളരെ മൈനറായിട്ട് നിങ്ങളുടെ ക്ലിപ്പുമായിട്ട് സിങ്ക് ചെയ്യാനൊക്കെ ഇത് ചിലപ്പം ഉപകാരപ്പെട്ടേക്കും. ഇനി അടുത്ത നാവിഗേഷൻ അപ്പ് ആരോയും ഡൗൺ ആരോയും ഉപയോഗിച്ചിട്ടാണ്. ഡൗൺ ആരോ എന്ന് പറയുമ്പം നെക്സ്റ്റ് എഡിറ്റിംഗ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ ക്ലിപ്പിൻ്റെ ബൗണ്ടറികൾ ചാടി ചാടി പോകും. അതുപോലെ അപ്പ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ആയിട്ടുള്ള എഡിറ്റിംഗ് പോയിന്റ്, അപ്പോൾ ക്ലിപ്പുകളുടെ എഡിറ്റിംഗ് പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഈസി ആയിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റ് ലൈനിൻ്റെ ആദ്യവും അവസാനവും പോകാൻ വേണ്ടി ഹോമും എൻഡ് കീയും ഉപയോഗിക്കാം. അപ്പം നമ്മുടെ മാക്കിൽ ഹോം കീ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ലെഫ്റ്റ് ആരോ ആണ്. അപ്പോൾ ഫംഗ്ഷൻ ലെഫ്റ്റ് ആരോ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിമ്മർ അങ്ങോട്ട് പോകും, പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് സെക്ഷനിലേക്ക് പോകും അല്ലെങ്കിൽ ബിഗിനിങ്ങിലേക്ക് പോകും. ഇനി അതുപോലെ തന്നെ എൻഡ് കീ എന്ന് പറയുന്നത് ഫംഗ്ഷൻ റൈറ്റ് ആരോ ആണ്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാലോ നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ എൻഡിലെത്താനും നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ടൈം കോഡ് എൻ്റർ ചെയ്തുകൊണ്ടാണ്. നമുക്കറിയാം ടൈം കോഡ് എന്ന് പറഞ്ഞത് ഈ കാണുന്നതാണ് ടൈം കോഡ്. നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ടൈമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പറ്റും, നാവിഗേറ്റ് ചെയ്യാം. അതിന് Ctrl+P എന്ന് പറയുന്ന കീബോർഡിലെ കീ ഷോർട്ട് കട്ട് പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡിസൈഡ് വാല്യൂ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 3 minutes 15 സെക്കൻഡിലേക്ക് നിങ്ങൾക്ക് ജമ്പ് ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ Ctrl+P അടിക്കുന്നു, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, 3, അതിനുശേഷം 15, അതിനുശേഷം 00 കണ്ടിന്യൂസ് ആയിട്ട് ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ എൻ്റർ അടിച്ചാൽ നിങ്ങളുടെ കേഴ്സർ കറക്റ്റ് 3 minutes 15 സെക്കൻഡ്സിൽ പോയി നിൽക്കും. ഇനി മറ്റൊരു ഉദാഹരണം നോക്കിയാൽ നിങ്ങൾക്ക് 3 minutes എക്സാക്ട്ലി പോയി നിൽക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ 300 എന്ന് എൻ്റർ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഒരു ഈസി മെത്തേഡ് ഉണ്ട്, Ctrl+P പ്രസ് ചെയ്തിട്ട് 3 അടിക്കുക, അതിനുശേഷം ഡോട്ട് പ്രസ് ചെയ്താൽ മതി. ആ ഡോട്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0th വാല്യൂവിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ 3 അടിച്ചാൽ 3 0th സെക്കൻഡ് 0th ഫ്രെയിം, എന്നിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി 3 minutesൽ പോയി നിൽക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് 1 hourലേക്ക് പോകണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, Ctrl+P അടിക്കുന്നു, 1 പ്രസ് ചെയ്യുന്നു, ഡോട്ട് പ്രസ് ചെയ്യുന്നു. അപ്പം 1 hour 0th minute 0th സെക്കൻഡ് 0th ഫ്രെയിം, എന്നിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി 1 hourൻ്റെ ആ പൊസിഷനിൽ പോയി നിൽക്കും. ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് സ്ക്രീൻ വന്നത് നമുക്ക് കണ്ടൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ടൈം കോഡ് വെച്ച് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈം കോഡ് സെപ്പറേറ്റ്ലി ഒരു വിൻഡോയിൽ കൊണ്ടുവരാം.
അതിനിവിടെ ഈ വിൻഡോ മെനുവിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ടൈം കോഡ് വിസിബിൾ ആകാനുള്ള ഓപ്ഷനുണ്ട്. അതിൻ്റെ അകത്ത് പ്രോജക്റ്റ് ടൈം കോഡ് ഞാനിപ്പോൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇത് കണ്ടോ, ഒരു ചെറിയ ഫ്ലോട്ടിംഗ് വിൻഡോ അവിടെ കിട്ടും. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റിൻ്റെ ടൈം ലൈൻ ഇവിടെ നിന്ന് നേരിട്ട് കാണാനും ഇങ്ങനെ പറ്റും. അപ്പോൾ ഇതാണ് ടൈം കോഡ് വെച്ചിട്ടുള്ള നാവിഗേഷൻ. ഇനി അടുത്തൊരു മെത്തേഡ്, നമ്മുടെ ടൈം ലൈനിൽ മാർക്കറുകൾ ഉണ്ടെങ്കിൽ, മാർക്കർ നമ്മൾ പഠിക്കാൻ പോണതേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ, മാർക്കറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാർക്കറിൽ നിന്ന് അടുത്ത മാർക്കറിലോട്ട് ഈസി ആയിട്ട് ജമ്പ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ അപ്പോസ്ട്രോഫി കൺട്രോൾ സെമിക്കോളൻ. അപ്പോൾ ഞാനിപ്പോൾ മാർക്കർ എന്നാണെന്ന് പരിചയപ്പെടുത്തി തരാം. ഞാനിപ്പോൾ ഇവിടെ ടൈം ലൈൻ വന്നിട്ട് എന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മാർക്കർ ഇൻസേർട്ടായി. അപ്പോൾ അത് എന്താണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കും. ഇനി ഞാൻ വീണ്ടും ഒരു മാർക്കറോട് ഇൻസേർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇപ്പോൾ 2 മാർക്കിന് എനിക്ക് അങ്ങനെ ടൈം ലൈനിൽ വരും. അപ്പോൾ ഈ 2 മാർക്കറുകൾ തമ്മിൽ എനിക്കും നാവിഗേറ്റ് ചെയ്യാനുള്ള കീ ആണ് നമ്മൾ മുമ്പേ കണ്ട കൺട്രോൾ അപ്പോസ്ട്രോഫി കൺട്രോൾ സെമിക്കോളൻ. അത് പ്രസ് ചെയ്യുന്നതനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇനി അവസാനത്തെ ഒരു മെത്തേഡിലേക്ക് പോകാം. അത് ടൈം ലൈൻ ഇൻഡെക്സ് ആണ്. നിങ്ങളുടെ സ്ക്രീനിൻ്റെ ഈ ടൈം ലൈനിൻ്റെ തൊട്ട് മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതാണ് ഇൻഡെക്സ് എന്നുള്ള ബട്ടൺ. അത് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ടൈം ലൈൻ ഇൻഡെക്സ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ടൈം ലൈനിലെ എല്ലാ ക്ലിപ്പുകളുടെയും ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. ഇപ്പം അത് ക്രോണോളജിക്കൽ ഓർഡറിലാണ്. ഓരോന്നോരോന്ന് പ്രസ് ചെയ്ത് താഴോട്ട് വരുമ്പം കണ്ടോ ടൈം ലൈനിൽ നാവിഗേഷനും നടക്കുന്നുണ്ട്. ആ കറസ്പോണ്ടിങ് ക്ലിക്ക് എനേബിൾ ആവുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ നാവിഗേറ്റ് ചെയ്ത് നമുക്ക് ടൈം ലൈനിലെ ക്ലിപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനും നാവിഗേറ്റ് ചെയ്യാനും പറ്റും. ഈ ഇൻഡെക്സിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ നോക്കുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ താഴെ നിങ്ങൾ ഓൾ എന്നാണ് കിടക്കുന്നത്. ഇനി വീഡിയോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈം ലൈനിലെ വീഡിയോസ് മാത്രം കാണിക്കും, ഓഡിയോസ് എക്സ്ക്ലൂഡ് ചെയ്യും. അതിൻ്റെ തൊട്ടപ്പുറേ ഓഡിയോസ് ഉണ്ട്. ഓഡിയോസെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ഓഡിയോസ് മാത്രം കാണിക്കും നിങ്ങളുടെ ടൈം ലൈനിലുള്ള. ഇനി നമ്മളുടെ ടൈം ലൈനിലെ ടൈറ്റിലുകൾ കാണണമെങ്കിൽ ഇവിടെ ടൈറ്റിൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടൈറ്റിലേ ഉള്ളൂ, ആ ടൈറ്റിലും ലിസ്റ്റ് ചെയ്യും. ഞാൻ തിരിച്ച് ഓളിലേക്ക് പോവാണ്. പിന്നെ നമുക്കിവിടെ ഈ ഇൻഡെക്സിനകത്ത് നോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ക്ലിപ്പ് പിന്നെ ചെക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെക്ക് അഗെയിൻ ടൈപ്പ് ചെയ്യുന്നു, അവിടെ നോട്ടായിട്ട് ആഡ് ചെയ്തിടുന്നു. അപ്പം വീഡിയോ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തിരിച്ചു വരാനും ഈ നോട്ടൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാനും ചില ക്ലിപ്പുകളിൽ പറ്റും. അപ്പം ഇതാണ് ഓവറോൾ ടൈം ലൈൻ ഇൻഡെക്സ്. അപ്പോൾ ഇൻഡെക്സ് എനേബിൾ ചെയ്തിട്ടും നിങ്ങൾക്ക് നാവിഗേഷൻ നടത്താം.